ഓട്ടോമാറ്റിക് സാനിറ്റൈസിങ് മെഷീനാണ്. അപ്പോൾ മച്ചന്മാരെ, ഇപ്പോൾ നമുക്ക് ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട 2-3 സാധനങ്ങളുണ്ട്. ഒന്നൊരു ട്രാൻസിസ്റ്ററാണ്, ഇതൊരു PNP ട്രാൻസിസ്റ്ററാണ്. ഇത് TIP32C എന്ന് പറയുന്നൊരു PNP ട്രാൻസിസ്റ്ററാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു പ്രോക്സിമിറ്റി സെൻസർ. ഇത് ഓൺലൈൻ സൈറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരു 100 രൂപ അടുത്ത് വില വരുന്നുള്ളൂ ഈ സംഭവം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് കാണുന്ന വസ്തുവിനെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ സെൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ. അത് കാരണം നമുക്ക് ഈ സാനിറ്റൈസർ മെഷീനെ നമ്മുടെ കൈ ടച്ച് ചെയ്യുകയോ ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് ചുമ്മാ വെറുതെ കൈ താഴെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഈ ലിക്വിഡ് നമ്മുടെ കയ്യിലിട്ടാകും. അതാണ് ഈ സെൻസറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പമ്പാണ്. ഇതിന് സബ്മെർസിബിൾ പമ്പ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വെള്ളത്തിന് അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫാണ് സംഭവം. ഇതും ഏകദേശം ഒരു 150 രൂപ 200 രൂപയ്ക്ക് അടുത്ത് വില വരും. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേപ്പറാകത്തില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ വേപ്പറായി അല്പം പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതാണ് ഈ ഒരു പമ്പിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 ohmൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു 1 ohmൻ്റെ റെസിസ്റ്റൻസ്. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് വയർ, അതായത് സ്ട്രിപ്പ് വയർ. ഇത്ര സാധനമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഇത് പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പൈപ്പാണ്. ഈ പ്ലാസ്റ്റിക് പൈപ്പിൽ കൂടാണ് നമുക്ക് സാനിറ്റൈസർ വെളിയിലേക്ക് വരുന്നത്. പിന്നെ ഒരു USB കേബിളുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ചാർജർ മാത്രം ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയിൽ നമുക്ക് റീചാർജബിൾ ബാറ്ററി നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് കറണ്ട് പോയാലും വർക്ക് ചെയ്യും. ആ രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ സാനിറ്റൈസർ നിറയ്ക്കാനായിട്ട് നമുക്കൊരു ബോട്ടിൽ ആവശ്യമുണ്ട്, ഒരു ഡബ്ബ. ഇത് നമ്മൾ അടുക്കളയിൽ തേയിലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ ബേബി ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു ബോട്ടിൽ, അതുപോലെ ഒരു ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് ഇതൊരു ഇച്ചിരി ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യാനായിട്ട് ഇതുപോലൊരു ഡബ്ബയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബയാണ്. ഇത് നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ 20-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിന് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സോസൊക്കെ വരുന്ന ഒരു ചെറിയൊരു ബോട്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോട്ടിൽ ഇതിൻ്റെ അകത്താണ് ഫിക്സ് ചെയ്യുന്നത്. അകത്ത് ഫിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫുൾ സീൽ ചെയ്യും. അപ്പോൾ സീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ നിറയ്ക്കാൻ വേണ്ടി ഒരു വാൽവാണ്. ആ വാൽവിന് വേണ്ടിയാണ് നമ്മളിത്. ഇതിപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇല്ലാതെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വേറെ ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അത് ലിക്വിഡ് തീരുന്നതനുസരിച്ച് ഇത് കാണാൻ പറ്റുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര സംഭവമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത്. പിന്നെ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് 2-3 ഹോൾ ഇടാനുണ്ട്. അതിപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ സോൾഡറിങ് ആണോ എന്തെങ്കിലും വെച്ച് ഹോൾ ചെയ്യാം. ഇത് നമുക്ക് ഇതിലൊന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ലിക്വിഡ് വെളിയിലേക്ക് വരുന്ന ട്യൂബും നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ഈ മോട്ടറിൻ്റെ വയർ നമുക്ക് വെളിയിലിട്ട് എടുക്കണം. അങ്ങനെ 2-3 ഹോള് നമുക്ക് ഇതിൽ ഇടാനുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഇട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ സോൾഡറിങ് വെച്ച് തന്നെയാണ് ഹോൾ ഇടുന്നത്. അപ്പോൾ അത് വെച്ച് ഇതൊന്ന് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മൾ എല്ലാം ഹോളൊക്കെ ഇട്ട് നമ്മുടെ ട്യൂബും നമ്മുടെ ഇത് സാനിറ്റൈസർ ഫില്ല് ചെയ്യാനുള്ള വാൽവ് ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. മോട്ടറിൽ നമ്മുടെ ഈ ട്യൂബെല്ലാം കണക്ട് ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് ഒരല്പം കട്ടിയുള്ള ട്യൂബ് ആയതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് മോട്ടറെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പ്ലാസ്റ്റിക് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ സെൻസർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അകത്ത് ഇവിടെ ഒരു പെൻസിൽ കട്ടറാണ്. അത് വെച്ച് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ആ സെൻസർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം സോൾഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് 1 by 1 ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ഹോളിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നുള്ളായിരുന്നു. അതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ എയർ ടൈറ്റ് ആക്കിയിട്ടുണ്ട് സംഭവം. ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൈപ്പ് കൂടെ നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അത് നമുക്ക് ഏറ്റവും അവസാനം ചെയ്താൽ മതി. അപ്പോൾ നമുക്കന്ന് ഇനി ബാക്കി പരിപാടി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ആ PNP ട്രാൻസിസ്റ്ററോട് ഇവിടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ബാക്കിൽ ഒരു അല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അധികമൊന്നും വേണ്ട, ജസ്റ്റ് അവിടെ ഒന്ന് ഫിക്സ് ആയിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഈ സെൻസർ ഫിക്സ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ സെൻസർ നമുക്ക് ഈ അതിൻ്റെ ആ ഇത് ശരിക്കും വെളിയിലോട്ട് വരത്തക്ക രീതിയിലാക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ വയർ കണക്ട് ചെയ്യാം. വയർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനും സൈഡിലൊന്ന് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സേഫായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വയർ കണക്ട് ചെയ്യാം. ഈ അടുത്ത പരിപാടി നമ്മുടെ വയർ കണക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ സപ്ലൈ കൊടുക്കാറുണ്ടല്ലോ, അത് കൊടുക്കണം. ഇതാണ് മോട്ടറിൻ്റെ വന്നിരിക്കുന്ന സപ്ലൈ. അപ്പോൾ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഏറ്റവും അവസാനം ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ USB-യിലേക്ക് പോകുന്ന കേബിളാണ്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ VCC എന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്നെടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് നമുക്ക് ഈ 1K റെസിസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് നീളം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കതൊരു വയർ കണക്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ റെസിസ്റ്റൻസ് ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ലെഗ് ഒരു സ്വല്പം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് എന്നുള്ള കണക്ഷൻ നമുക്ക് നേരെ ഈ സെൻസറിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വയർ നമുക്ക് ഒരെണ്ണം സോൾഡർ ചെയ്ത് കൊടുക്കാം അതുവഴി. ഇത് നമുക്ക് നേരെ ഇതിൻ്റെ ഔട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വയറിന് അല്പം നീളം കുറവായിട്ട് നമുക്ക് ചെറിയൊരു പീസ് വെച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സ്വല്പം ഒന്ന് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടാകുമെന്നുള്ളൊരു പേടിയുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അവസാനം കണക്ട് ചെയ്യാം, മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ. ഇപ്പം ഏകദേശം നമ്മുടെ വയറിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്ലൈയും മോട്ടറിലേക്കുള്ള കണക്ഷൻ മാത്രം കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അത് നമുക്കിനി അടുത്തത് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോട്ടർ നമ്മുടെ ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കതിന് ആവശ്യമുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഈ അടപ്പങ്ങ് ക്ലോസ് ചെയ്യാം. കാര്യം അടപ്പ് ക്ലോസ് ചെയ്താലും നമുക്ക് ലിക്വിഡ് ഒഴിക്കാനായിട്ട് നമ്മളിവിടെ ഒരു വാൽവ് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിത് ഫിക്സ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ച് വെളിയിൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫിക്സ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ അടപ്പിന് മാത്രം, നമ്മുടെ ഈ ഡബ്ബയുടെ അടപ്പുമായിട്ട് മാത്രമേ നമ്മളിത് ഫിക്സ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഈ സെൻസർ നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോക്കുക വെളിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഗ്ലൂ നമുക്കിവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് കണക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ അത് നമ്മൾ സപ്ലൈയുടെ നെഗറ്റീവും മോട്ടറിൻ്റെ നെഗറ്റീവും കൂടെ നമുക്ക് ഈ സെൻസറിൻ്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയുടെ ഉള്ളു ബാക്കിയായിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ മോട്ടറിൻ്റെ പോസിറ്റീവ് കണക്ഷൻ നേരെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വയർ നീളം കുറവുണ്ട് വേറൊരു വയർ വെച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമുക്കിനി അടുത്തത് കണക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് പോസിറ്റീവ് നമ്മുടെ സപ്ലൈയുടെ പോസിറ്റീവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ VCCയിലോട്ട് ആണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് നമ്മുടെ സപ്ലൈയുടെ പോസിറ്റീവ് വരുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ കണക്ട് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അസംബ്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അസംബിൾ ചെയ്യുന്ന എൻ്റെ സർക്യൂട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാകും. വലിയ എന്താ പറയുന്നത് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമാണ്. ഈ ഒരു ട്രാൻസിസ്റ്ററിൽ ഇത് കണക്ട് ചെയ്യുക, ഈ സെൻസറും കണക്ട് ചെയ്യുക. 3, 4, 6 പിന്നിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്ക് വേണം നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു സംഭവമാണ്. പിന്നെ ഇത് ഒരു ബോക്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കൊരു ബോക്സ് കാര്യങ്ങൾ ഇതൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് സാനിറ്റൈസർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈലിൻ്റെ ചാർജറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റ് LED ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് സെൻസർ വർക്കിംഗ് ആണോ എന്ന് അറിയണം. വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് വെളിയിൽ കേൾക്കാം. ഇനിയിപ്പോൾ നമുക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യണം. ഇത് നടക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കി പരിപാടി. അപ്പോൾ അത് നമുക്ക് അത് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ സാനിറ്റൈസിങ് മെഷീൻ അങ്ങനെ ഉണ്ടായിരുന്നു. സംഭവം പൊളിച്ചില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഉടൻ തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.